ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ 9th ഫസ്റ്റ് ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് അതിൽ കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം. സോ എങ്കിലും നമുക്ക് ഈ ചാപ്റ്റർ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് നോക്കൂ. അതായത് ഒരു മാത്സിൽ നമുക്കറിയാം ഓരോ ലാംഗ്വേജസ് ആളുണ്ട് നമുക്കറിയാം. അപ്പോൾ മാത്സിന് നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ മറ്റ് ഗ്രീക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ലെറ്റേഴ്സുകൾ നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കും. പൊതുവേ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് മാത്തമാറ്റിക്സിൽ പൊതുവെ ഇംഗ്ലീഷാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു അറിവാണ്. നിങ്ങളത് 8th പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 6th പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ ഏത് സിലബസിൽ നിന്ന് വന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു എന്താണ് ആൽഫബറ്റ്സ് മാത്സിൽ അതിൻ്റെ റോൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം എന്താണിതെന്ന് പറയുന്നത്. അതായത് നമുക്ക് ലെറ്റേഴ്സ്, ദ ലെറ്റേഴ്സ് ലൈക്ക് എക്സ്, വൈ, എ, ബി, സി, എനി ലെറ്റേഴ്സ് ഫ്രം ദ ആൽഫബറ്റ്സ് വി കോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ അൺനോൺ വാല്യൂ. അൺനോൺ വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റേഴ്സാണ്. എന്താ ലെറ്റേഴ്സിൻ്റെ പ്രത്യേകത? നമുക്ക് അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അൺനോൺ ആയ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അൺനോൺ ആയിട്ടുള്ള ലെറ്റേഴ്സിലെ അൺനോൺ ആയിട്ടുള്ള നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്കൊരു സാധനം, ഇപ്പോൾ ഞാൻ പറയണം എൻ്റെ കയ്യിൽ ഇങ്ങനൊരു പെണ്ണുണ്ട്, ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയില്ല. സോ ഞാൻ പറയണത് ഇതിന് X റുപ്പീസാണ് ഞാൻ പറയണത്. എൻ്റെ കയ്യിലൊരു മൗസ് ഉണ്ട്, ഇതിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപയാണ്. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂട്ടുമ്പോൾ എനിക്ക് 700 രൂപ കിട്ടും. പറയുമ്പോൾ ഇതിൻ്റെ വില എന്തായി? 400 രൂപയും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് എന്താ അറിയേണ്ടത് നിങ്ങൾക്ക് അൺനോൺ വേരിയബിൾസിനെ അല്ലേ, അൺനോൺ ആയി നിൽക്കുന്ന വേരിയബിൾസിനെ അൺനോൺ ആയി നിൽക്കുന്ന നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വേരിയബിൾസ് എന്ന് പറഞ്ഞത്. അടുത്തതാണ് കോൺസ്റ്റൻസ്. എന്താണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്? എ ഫിക്സഡ് നമ്പർ അല്ലേ, അതൊരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. വേരിയബിൾസ് എന്താകാം? വേരി ചെയ്യാം. ഒരു എക്സ് പറഞ്ഞാൽ ചിലപ്പോൾ അത് 5 ആകാം, ചിലപ്പോൾ 10 ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കും. അത് എപ്പോഴും ഒന്ന് മീൻസ് ആ നമ്പർ അവിടെ പൊസിഷനിൽ സെയിം ആയിരിക്കും, അത് മാറത്തില്ല. മനസ്സിലായോ? അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് കോൺസ്റ്റൻ്റ്. അടുത്ത് നമുക്ക് അറിയേണ്ടതാണ് ടേം എന്ന് പറയുന്നത്. എന്താണ് ടേം എന്ന് പറയുന്നത്? നോക്കൂ, ടേം എന്ന് പറഞ്ഞാൽ എ കോമ്പിനേഷൻ ഓഫ് എ നമ്പർ ആൻഡ് എ വേരിയബിൾ. ഒരു കോമ്പിനേഷൻ അല്ലേ, അതായത് ഇപ്പോൾ 4x 4y, ഇപ്പോൾ 4x + 4y എന്ന് പറഞ്ഞാൽ അവിടെ 2 ടേം ഉണ്ട്. ഏതൊക്കെയാണ് 2 ടേം? ഒന്നെന്ന് പറയുന്നത് 4x ആണ്, ഒന്ന് പറയുന്നത് 4y ആണ്. ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു നമ്പറിനെ, അൺനോൺ ആയിട്ടുള്ള നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ വേരിയബിൾ എന്നും, അവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നതിനെ കോൺസ്റ്റൻ്റ് എന്നും, അതുപോലെ തന്നെ 4x 4y 3yx + 3y എന്ന് പറയുന്നതൊക്കെ എന്താണ്? ടേമുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ടെർമിനോളജിയാണ് കോഎഫിഷ്യൻ്റ്. എന്താണ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ അറ്റാച്ച്ഡ് ടു ദ വേരിയബിൾ. ആ നമ്പർ, അതിപ്പം ഞാൻ പറഞ്ഞു 4xനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് വേരിയബിളും 4 എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റുമാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ നമ്പർ അറ്റാച്ച്ഡ് ദ വേരിയബിൾ. ദാറ്റ് മീൻ ഇപ്പോൾ 4x എന്ന് പറയുമ്പോൾ 4 അതിലെ കോഎഫിഷ്യൻ്റ് ആണ്. അടുത്തതാണ് ലൈക്ക് ടേം ആൻഡ് അൺലൈക്ക് ടേം. എന്താണ് ലൈക്ക് ടേമും അൺലൈക്ക് ടേമും പറഞ്ഞാൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ടേം എന്ന് പറയുന്നത് ഒരേ വേരിയബിൾ വരുന്നതിന് നമുക്ക് ലൈക്ക് ടേം എന്ന് പറയാം. അതുപോലെ തന്നെ ഡിഗ്രി അഥവാ ഓർഡർ ഒന്ന് വന്നാൽ നമുക്ക് സെയിം പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയണം 3x + 3x, ഇത് ലൈക്ക് ടേമാണ്. അതേ സാധനത്ത് ഞാൻ പറയുകയാണ് 3y + 3x, ഇതെന്തല്ല? ലൈക്ക് ടേം അല്ല, ഇത് അൺലൈക്ക് ടേം ആണ്. അതായത് കനോട്ട് ബി കമ്പൈൻഡ് ഫർദർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റാത്തതിനെ നമുക്ക് അൺലൈക്ക് ടേം എന്നും, കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റുന്നതിന് ലൈക്ക് ടേമും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് ഇൻറ്റിജേഴ്സ് ഓപ്പറേഷനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നൊരു സ്പോട്ടാണ് ഇത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ് പറയണത് നോക്കൂ. എ സെയിം സൈൻ അല്ലേ, എന്താണ് പറയണത് നോക്കൂ. അതായത് നമുക്കിപ്പം സെയിം സൈനാണ് വന്നിട്ടുള്ളത് വിചാരിക്കാം. അപ്പോൾ സെയിം സൈനാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ സെയിം സൈനാണ് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ രണ്ടിനെയും ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ദ നമ്പർ ആൻഡ് കീപ് ദ സൈൻ. ഏതായിരുന്നോ അവിടെ ഉണ്ടായിരുന്ന സൈന് അതിനവിടെ അതേപോലെ കീപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയണം -4 -5 രണ്ടിനും എന്താണ് ഒരേ സൈനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഇവിടെ ആഡ് ചെയ്യാം. മൈനസ് ആണെങ്കിൽ പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യാം, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 4 + 5 പറഞ്ഞാൽ 9. എന്നിട്ട് ഇവിടെ രണ്ട് സ്ഥലത്തുള്ള കോമൺ അല്ലെങ്കിൽ സൈൻ ഏതാണ്, മൈനസ് ആണ്. സോ അത് മൈനസ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഡിഫറൻറ്റ് സൈനാണെന്ന് വിചാരിക്കാം. ഒന്നിവിടെ മൈനസും ഒന്നിവിടെ പ്ലസ്സും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത് ഡിഫറൻസ് ആണ്. അഥവാ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ദ നമ്പർ ആൻഡ് കീപ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. ഇപ്പം -9 + 4 പറയുമ്പം ഈ നമ്പർ തമ്മിൽ കുറക്കാം. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക, ഏതാണ് മൈനസ്. അപ്പോൾ -5 എന്ന് ആൻസർ വരും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ഇത് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കൺഫ്യൂഷൻ മാറിക്കിട്ടും. അത് നിങ്ങൾ സ്പോട്ടിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉറപ്പായിട്ടുണ്ടാവണം മക്കളെ. ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് സൈൻ, സെയിം സൈൻ ആണെങ്കിൽ തമ്മിൽ ആഡ് ചെയ്യുക, ആ സൈൻ പുട്ട് ചെയ്യാം. അത് ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അത് ഇട്ട് കൊടുക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, സെയിം സൈൻ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് വരിക. നോക്കൂ, സെയിം സൈൻ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഇനി ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിലോ, ഇനി ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണെങ്കിൽ ആൻസറും മൈനസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. മനസ്സിലായോ? ആൻസറും മൈനസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്തത് നോക്കും. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഇത് നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ. അതായത് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നോക്കൂ, മൈനസ് പ്ലസ് ആണ്. അതായത് ഒന്ന് ഡിഫറെൻറ്റ് സൈനുകളാണ് വന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സൈനുകൾ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, സബ്സ്ട്രാക്ട് ചെയ്യുക, വലിയ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 എന്ന് വരും. ദെൻ ഇവിടെ -5 എന്ന് വരും. ഇനി അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ നോക്കൂ, രണ്ട് ഡിഫറെൻറ്റ് സൈനാണ് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ആണ് അവിടെ വരേണ്ടത്. സെയിം സൈൻ ആണെങ്കിൽ പ്ലസ്സും, ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ മൈനസും ആണ് വരേണ്ടത്. തന്നെയാണ് ഡിവിഷൻ്റെ കേസിലുണ്ടോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത് അല്ലേ. BODMAS. എന്താണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്? അതൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്, ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഓർഡർ പ്രകാരം വേണം നമ്മളത് ചെയ്യാൻ. എന്താണ് ആ ഓർഡർ എന്ന് പറയുന്നത് നോക്കൂ. ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിൽ ബ്രാക്കറ്റ് ഉണ്ടോയെന്നാണ്. അപ്പോൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് എന്താണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നമ്പറിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു അങ്ങനെ ഇതില്ല, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത് എന്താ നമ്മൾ നോക്കേണ്ടത്, ഓർഡറാണ്. എന്താണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ അല്ലേ. നമ്മളൊരു സ്ക്വയർ പറയും അല്ലേ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, അല്ലെങ്കിൽ 2 ക്യൂബ്, ഇങ്ങനെ റേസ് ടു എഴുതി പവർ റേസ് ടു എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് അതാണ്. അടുത്ത് നമ്മൾ സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത് നോക്കേണ്ടതാണ് പവറിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞ് ഡിവിഷനാണ്. അത് കഴിഞ്ഞ് നമ്മളതിൽ എവിടെയെങ്കിലും ഡിവിഷനായിട്ട് ചെയ്യേണ്ടോ, 3/2 അല്ലെങ്കിൽ 3/2 അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ. അതും കഴിഞ്ഞ് അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡീഷൻ നോക്കേണ്ടത്. ദെൻ ലാസ്റ്റ് സബ്ട്രാക്ഷനിലോട്ട് പോകേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. 3x 2y x = 3 4 y = 2 നമ്മളോട് ഇട്ട് കൊടുക്കാനും പറയുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നു, 3 × 4 + 2 × -2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് തുടങ്ങണം, ബ്രാക്കറ്റുകൾ സോൾവ് ചെയ്യണം. ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ 3 × 4 ആണ് 12, 2 × -2 പറയുന്നത് എന്താണ്, ഡിഫറൻറ്റ് സൈനാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുക, -5 ഇട്ട് കൊടുക്കുക, അപ്പോൾ -4. അടുത്ത് എന്താ ചെയ്യേണ്ടത്, അടുത്തവിടെ പ്ലസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ പ്ലസ് സോൾവ് ചെയ്യുക. സോ ദ ആൻസർ വിൽ ഗോട്ട് 8. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഇവിടെ നോക്കൂ, ഇവിടെയാണ് പവർ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം, പവർ ബ്രാക്കറ്റിനെ കൺസിഡർ ചെയ്യണം, ദെൻ ആഫ്റ്റർ പവറിനെ കൺസിഡർ ചെയ്യണം.
ഓക്കെ, അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് കിട്ടിയ മാത്സിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്തമാറ്റിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണത് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കൂ. എന്താ ചെയ്യണത്? ടു ബിൽഡ് എ പെയർ ഓഫ് ഇക്വേഷൻ, നമ്മുടെ ചാപ്റ്റർ പേര് എന്താണ്? പെയർസ് ഓഫ് ഇക്വേഷൻ എന്നാണ്. അപ്പോൾ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? സ്റ്റുഡൻറ്റ് മസ്റ്റ് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ഓർ മലയാളം സെൻറ്റൻസ് ഇൻറ്റു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. സം ഓഫ് ടു നമ്പേഴ്സ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ സം. അപ്പോൾ നമുക്ക് ആ നമ്പർ എന്തെടുക്കാം? രണ്ട് അൺനോൺ അതിൻ്റെ വേരിയബിൾസ് എടുക്കാം, എക്സ് പ്ലസ് വൈ എന്നെടുക്കാം. അടുത്തെന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്താ? അതിനകത്ത് മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക വേണ്ട, അപ്പോൾ എക്സ് മൈനസ് വൈ. അടുത്തെന്താണ്? ട്വൈസ് ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ എന്താണ്? ട്വൈസ്, രണ്ട് തവണ അതിനെടുക്കുക അല്ലേ, അപ്പോൾ 2 ഇൻറ്റു എക്സ്, അതായത് എക്സ് പ്ലസ് എക്സ് ഈസ് 2 ഇൻറ്റു എക്സ്. അടുത്തതാണ് 5 മോർ ദാൻ ദ നമ്പർ, ഇപ്പോൾ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ എക്സിനേക്കാൾ 5 എണ്ണം കൂടുതൽ, സോ എക്സ് പ്ലസ് 5. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 20 ആൻഡ് ദ ഡിഫറൻസ് ഓഫ് 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും നോക്കൂ. അതായത് ഇപ്പോൾ സം ഓഫ് ടു നമ്പർ, ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണ്. സോ എക്സ് പ്ലസ് വൈ പറയുന്നത് 20. അതേ രണ്ട് നമ്പറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെന്നാണ് പറയുന്നത്. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ഇക്വേഷൻ, അതാണ് പെയർ ഓഫ് ഇക്വേഷൻ എന്ന് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരാൻ കാരണം. ഇതാണ് അടുത്തത് നമുക്ക് അറിയേണ്ടത്. അതായത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നോക്കൂ, മൈനസ്, അതായത് പ്ലസ് ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അത് മൈനസ് ആവും, മൈനസ് എന്താവും? പ്ലസ് ആവും, ഇൻറ്റു ഡിവിഷൻ ആവും, ഡിവിഷൻ ഇൻറ്റു ആവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ഫസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ മാത്സ് അല്ലാതെ ഒരുപാട് മറ്റ് സബ്ജക്റ്റിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് 1-to-1 ക്ലാസ്സോ അല്ലെങ്കിൽ ബാച്ച് ക്ലാസ്സോ വേണം എന്നുണ്ടെങ്കിൽ, ബാച്ചിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ 1-to-1 ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിനും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.